ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ബന്ധം വഷളാകുന്നതോടെ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ തർക്കം അതിരൂക്ഷമാവുകയാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുത് എന്നാണ് അമേരിക്ക അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ നീങ്ങാൻ ലക്ഷ്യമില്ല എന്നും എന്നാൽ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനാണ് തങ്ങളുടെ എല്ലാ ശ്രമവും നടക്കുന്നതെന്നും പറയുന്ന അമേരിക്ക പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് വിലക്കുറവ് കാരണമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത്. പക്ഷേ ആഴ്ചതോറും ആയിരങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു വ്യക്തിക്കാണ് ഇതിലൂടെ പണം ലാഭമായി കിട്ടുന്നത് എന്നാണ് US ഊർജ സെക്രട്ടറി ക്രിസ് റൈറ്റ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു അന്ത്യശാസനം എന്നുള്ള നിലയിൽ റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്ന തരത്തിലേക്ക് അമേരിക്ക നീങ്ങിയിരിക്കുകയാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കണമെങ്കിൽ US ഉപരോധിച്ചിട്ടുള്ള ഇറാനിൽ നിന്നും വെനിസ്വേലയിൽ നിന്നും വാങ്ങേണ്ടി വരുമെന്ന് ഇന്ത്യ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതായത് റഷ്യൻ എണ്ണ വാങ്ങാൻ പാടില്ല എങ്കിൽ തങ്ങൾക്ക് എണ്ണ വേണം, വില കൂടുതലായാലും ഇറാനിൽ നിന്ന് വാങ്ങും എന്നുള്ള സൂചനകളാണ് ഇന്ത്യ അമേരിക്കക്ക് നൽകിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. പ്രധാന എണ്ണ ഉൽപ്പാദകരായ റഷ്യ, ഇറാൻ, വെനിസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഒരേ സമയം നടക്കാതെ വന്നാൽ എണ്ണവില കുതിച്ചുയരുമെന്ന ആശങ്കയും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ US-ൽ വ്യാപാര ചർച്ചയ്ക്കെത്തിയ ആ സംഘം പറയുകയും ചെയ്തിരിക്കുന്നു. അതായത് അമേരിക്ക പറയുന്നത് പോലെ റഷ്യയുടെ എണ്ണ നിർത്താം, പക്ഷേ ഇറാനിൽ നിന്ന് വാങ്ങും, അല്ലാതെ മറ്റു വഴികളില്ല എന്നുള്ള വ്യക്തമായ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകിക്കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ലെങ്കിലും അമേരിക്ക ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. 2019 നമുക്കറിയാം ഇന്ത്യ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി എത്തിയതാണ്. എന്നാൽ റഷ്യൻ എണ്ണയുടെ പേരിലാണ് ഇന്ത്യക്കെതിരെയുള്ള തീരുവ US ഇപ്പോൾ ഇരട്ടിയാക്കുന്നത്. അതായത് പ്രതികാര നടപടി. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ മൈ ഫ്രണ്ട് എന്നോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത്, എൻ്റെ ചേട്ടൻ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയിൽ നിന്നും ഇന്ത്യക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എട്ടിൻ്റെ പണി തന്നെയാണ്. അതാണിപ്പോൾ റഷ്യയുടെ എണ്ണ വാങ്ങരുത് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താലേ വ്യാപാര ചർച്ച ഫലവത്താകൂ എന്നാണ് US-ൻ്റെ നിലപാട്. അമേരിക്കൻ എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ ഇറക്കുമതി കൂട്ടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ തന്നെ പറഞ്ഞതാണ്. പക്ഷേ റഷ്യയുമായുള്ള എണ്ണബന്ധം അവസാനിപ്പിക്കണമെന്ന അമേരിക്കയുടെ തിട്ടൂരം അങ്ങനെ തന്നെ അനുസരിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇറാൻ അടുത്ത കാലത്ത് ഇസ്രായേലുമായി യുദ്ധം നടത്തിയതാണ് നമ്മൾ കണ്ടു. ഇസ്രായേൽ ഇന്ത്യയുടെ വലിയ സുഹൃത്തുക്കളുമാണ്. അങ്ങനെ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ പോലും ഇസ്രായേലിൻ്റെ ഭാഗത്താണോ ഇന്ത്യ എന്ന് സംശയിച്ചിരുന്നു. പലപ്പോഴും ഇറാനൊപ്പം നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇസ്രായേലുമായി കൂടുതൽ ചങ്ങാത്തമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇറാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം മറ്റു ചില പ്രശ്നങ്ങളിലേക്കും കടക്കും എന്നുറപ്പാകുമ്പോൾ ഇനി അമേരിക്കയുടെ തിട്ടൂരം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ കഴിയില്ല എന്നുറപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഇറാനുമായി കൂടുതൽ ബന്ധം പുലർത്തേണ്ടി വരും എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഏതായാലും അമേരിക്കയെ വിശ്വസിച്ച നരേന്ദ്രമോദിക്കും ഇന്ത്യക്കും കിട്ടിയിരിക്കുന്നത് വലിയ പണി തന്നെയാണ്.